ഇവിടെ നടന്നിട്ടുള്ള ഫ്രോഡ്, അതായത് ഇത് വഞ്ചനാപരമായ നിലയിലാണ് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഇന്നലത്തെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഇവിടുത്തെ ഫൈനൽ ഇലക്ട്രോള് ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ ഫ്രോഡാണ്. ബൈ ഫ്രോഡ് എന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം ഫ്രോഡ് വിഷിയേറ്റ്സ് എവറിത്തിങ് എന്നൊരു അടിസ്ഥാന നിയമതത്വം അനുസരിച്ച് ഫ്രോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഫൈനൽ ഇലക്ട്രോൾ നിലനിൽക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫൈനൽ ഇലക്ട്രോള് റദ്ദാക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഇവിടെ നടന്നിട്ടുള്ള ഇലക്ഷൻ ഒരു ഫ്രോഡായിട്ടുള്ള ഇലക്ട്രോളിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇലക്ട്രോൾ ഉണ്ടാക്കേണ്ടത് നീതിപൂർവമായിരിക്കണം എന്ന കാര്യം ഇവിടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഇലക്ട്രോള് നീതിപൂർവമല്ലെന്ന് മാത്രമല്ല, വളരെ ഫ്രോഡായ നിലയിൽ BJPയും RSSും വ്യാപകമായി പുറത്തു നിന്നുള്ള ഈ മണ്ഡലത്തേതല്ലാത്ത വോട്ടർമാരെ ചേർക്കുകയുണ്ടായി. ഞങ്ങളുടെ ഈ പറഞ്ഞ ടീമിൻ്റെ അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ട ഒരു പുതിയ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം 10 വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരാണ് താമസിക്കുന്നത്? BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിക്കുന്ന ആളുകൾ, ഒന്ന് സീരിയൽ നമ്പർ 425 നിഖിൽ PN 31 വയസ്സ്, സീരിയൽ നമ്പർ 853 ബിജു KK സൺ ഓഫ് കൃഷ്ണൻകുട്ടി 46 വയസ്സ്, സീരിയൽ നമ്പർ 416 ബൂത്ത് നമ്പർ 42 ഞാൻ പറയുന്നത്, സീരിയൽ നമ്പർ 414 ഗിനിൽ PN സൺ ഓഫ് നന്ദൻ 29 വയസ്സ്, സീരിയൽ നമ്പർ 857 ഗോപകുമാർ C സൺ ഓഫ് രാമൻകുട്ടി നായർ 61 വയസ്സ്, സീരിയൽ നമ്പർ 858 സെബാസ്റ്റ്യൻ വൈദ്യർ സൺ ഓഫ് ജോസഫ് 79 വയസ്സ്, സീരിയൽ നമ്പർ 859 അരുൺ C മോഹൻ സൺ ഓഫ് മോഹൻ 30 വയസ്സ്, സീരിയൽ നമ്പർ 883 KP സുരേഷ് കുമാർ സൺ ഓഫ് VK പരമേശ്വരൻ നായർ 48 വയസ്സ്, സീരിയൽ നമ്പർ 896 സുശോഭ് സൺ ഓഫ് സുകുമാരൻ 33 വയസ്സ്, സീരിയൽ നമ്പർ 897 സുനിൽ കുമാർ K സൺ ഓഫ് ബാലകൃഷ്ണൻ 41 വയസ്സ്, സീരിയൽ നമ്പർ 898 രാജേഷ് VR സൺ ഓഫ് രാജപ്പൻ 443 വയസ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും വോട്ട് ചേർത്തിരിക്കുന്ന തേക്കിൻകാട് വാർഡിലെ 42-ാം നമ്പർ ബൂത്തിൽ ഇവരെല്ലാവരും വീട്ടു നമ്പർ എന്ന് പറയുന്നത് ദീൻദയാൽ മന്ദിരം എന്നാണ്. വീട്ടു നമ്പർ ഇല്ല. ദീൻദയാൽ മന്ദിരം എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. അതിൽ വീട്ടു നമ്പർ പോലും കൊടുക്കാതെ 8 വോട്ടുകൾ, 2 വോട്ടുകൾക്ക് വീട്ടു നമ്പർ ഉണ്ട്, ബാക്കി 8 വോട്ടുകളും വീട്ടു നമ്പർ പോലും കൊടുക്കാതെ ദീൻദയാൽ മന്ദിരം എന്ന പേരിൽ മാത്രം വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അവരാരും തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ താമസക്കാരായിട്ടുള്ള, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനറി റെസിഡൻസ് ആയിട്ടുള്ള അല്ലാത്ത ആളുകളെ സ്വന്തം പാർട്ടി ഓഫീസിൻ്റെ അഡ്രസ്സിൽ തന്നെ BJP ചേർത്തിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഒളിച്ചോടാൻ BJPക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കൗൺസിലർ പിന്നെ അവരുടെ കൗൺസിലറുടെ പേര് ആതിര എന്ന് പറയുന്ന കൗൺസിലറുടെ വീട്ടിലാണ് ഇവിടെ BJPയുടെ നേതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ പേര് ചേർത്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നതിനുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കലക്കുന്നതിലും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആതിര എന്ന് പറയുന്ന കൗൺസിലറുടെ വീട്ടിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന 6 വോട്ടുകളിൽ 1 ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ പേരാണ്. മലപ്പുറം ജില്ലക്കാരനാണ്. ഇവിടെ ശ്രീ KP രാജേന്ദ്രൻ സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹം കൊടുത്ത പരാതി, ആ പരാതിയിൽ ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഷാജി എന്ന് പറയുന്ന വ്യക്തി. അയാൾ BJPയുടെ സംസ്ഥാന ജില്ലാ നേതാവാണ്, KR ഷാജി. അയാൾ ആ വോട്ട് ഞങ്ങളിവിടെ ഫ്രോഡായി ചേർത്താണെന്നുള്ള കാര്യം KP രാജേന്ദ്രൻ കൊടുത്ത കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് 2 എപ്പിക് നമ്പറാണ്, അതായത് IDZ 2317-303 GVQ 103-70-92. അപ്പോൾ ഒരു വ്യക്തിക്ക് 2 എപ്പിക് നമ്പറിൽ വോട്ട് കൊടുക്കുക, 2 സ്ഥലത്ത് വോട്ട് നൽകുക എന്ന് പറയുന്നതും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ്.
ഇങ്ങനെ നിരവധി വോട്ടുകൾ ബി ജെ പിയുടെ വോട്ട്. ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം, അവണിശ്ശേരി പഞ്ചായത്തിൽ ബി ജെ പി ശക്തി കേന്ദ്രത്തിൽ നിരവധി വീടുകളിൽ വോട്ട് ചേർത്തതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. നിരവധി പഞ്ചായത്തുകളിൽ മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ടർമാരെ ചേർത്തിരിക്കുകയാണ്. ഇവിടെ 22/1/2024 ശേഷം 4/4/2024 ഏറ്റവും അധികം ഫ്രോഡ് വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ചേർക്കപ്പെട്ട വോട്ടുകളെല്ലാം തന്നെ പുതിയ വോട്ടർമാരല്ല, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള കന്നി വോട്ടർമാരല്ല, മറിച്ച് അവരെല്ലാം തന്നെ 79-80 വയസ്സുള്ള ആൾക്കാരാണ്. ഈ 42-ാം ബൂത്തിൽ മാത്രം 23/1/2024 ശേഷം 88 വയസ്സായ ആളുകൾ, 79-88 വയസ്സായ ആളുകളടക്കമുള്ള ആളുകളെ വോട്ടർമാരായി ചേർത്തിരിക്കുകയാണ്. ഇവരാരും കന്നി വോട്ടർമാരല്ല. ഫോം 6-ന്റെ ദുരുപയോഗത്തിലൂടെ ഇവരെ എല്ലാം ഇവിടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി വോട്ടർമാരെ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ വിവിധ ബൂത്തുകളിലായി BJP തിരികെ കയറ്റിയിരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട്, അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പേപ്പർ വാലിഡ് ആകണമെങ്കിൽ സുരേഷ് ഗോപിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. തൃശ്ശൂരല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ മണിപ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പറ്റും. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം ഏതാണോ ആ മണ്ഡലത്തിലെ ഒരു വോട്ടറായിരിക്കണം അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യേണ്ടത്. പ്രപ്പോസ് ചെയ്യേണ്ടതും സെക്കൻഡ് ചെയ്യേണ്ടതും ആ മണ്ഡലത്തിലെ ആളായിരിക്കണമെന്ന നിയമം വിരിക്കുന്നതിന് കാരണം ആ മണ്ഡലത്തിലെ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിയമപരമായി അവിടുത്തെ വോട്ടർമാർക്കാണ്. അവിടെയല്ലാത്ത വോട്ടർമാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡിനറി റെസിഡൻസി എന്ന് പറയുന്ന നിയമം വെച്ചിരിക്കുന്നത്. ആ നിയമപ്രകാരം ഇവിടെ ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധിയുണ്ട്, ഹൈക്കോടതി വിധിയുണ്ട്. സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, പാറിപ്പറന്ന് നടക്കുന്നവരും ഇടയ്ക്ക് വന്ന് താമസിക്കുന്നവരുമായ ആളുകളെ വോട്ടർമാരായി ചേർക്കുന്നത് ഓർഡിനറി റെസിഡൻസി അല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള വിധി പ്രസ്താവിച്ചിട്ടും ഇവിടെ നേരത്തെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോസ്റ്റ് കാർഡ് പോലും കൊടുത്താൽ വോട്ട് ചേർക്കാൻ കഴിയുമെന്ന ഈ ലഘൂകരണം വരുത്തിയത് ഈ ഫ്രോഡിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഫ്രോഡായിട്ടുള്ള ഫൈനൽ ഇലക്ടറൽ റോൾ, അത് അനധികൃതമായ ഇലക്ടറൽ റോളാണ്. അതുകൊണ്ട് ഇത് മാനിപ്പുലേറ്റഡ് വിക്ടറിയാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ BJP മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, BJPയുടെ ജില്ലാ നേതാക്കന്മാർ, BJPയുടെ വിവിധ മണ്ഡലങ്ങളിലെ പ്രദേശങ്ങളിലെ അവരുടെ കേഡർമാർ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെയുള്ള ഇലക്ഷനെ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്. സഖാവ് KP രാജേന്ദ്രൻ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഇലക്ഷൻ കേസിന് വേണ്ട ഗ്രൗണ്ടായിരിക്കേണ്ട ഘടകങ്ങളെപ്പറ്റി ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നതല്ല ഈ വിഷയം എന്നുള്ളതുകൊണ്ടാണ് ഇലക്ഷൻ കേസിൽ ഞങ്ങളിത് ഉൾപ്പെടുത്താതിരുന്നിട്ടുള്ളത്. ഇലക്ഷൻ കേസിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള മാനിപ്പുലേഷൻസ്, വയലേഷൻസ്, ആ വയലേഷൻസിന് പുറമെയാണ് ഈ ഫ്രോഡായിട്ടുള്ള ഫൈനൽ ഇലക്ട്രോൾ ഉണ്ടാക്കിയെടുക്കുന്ന സന്ദർഭം ഉണ്ടായതും അങ്ങനെ ഒരു ഫൈനൽ ഇലക്ട്രോൾ ഉണ്ടാക്കിയതിൻ്റെ അതിന് പിന്നിൽ നിന്ന് അതിനെല്ലാ തരത്തിലും സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രോഡായിട്ടുള്ള വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ്, ഫൈനൽ ഇലക്ട്രോൾ വിച്ച് ഈസ് വിറ്റിയേറ്റഡ് ബൈ ഫ്രോഡ് എന്ന നിലയിലേക്ക് ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രോഡ് വിഷിയേറ്റ്സ് എവറിത്തിങ് എന്ന് പറയുന്ന അടിസ്ഥാന നിയമസംഹിത പ്രകാരം ഈ ഫൈനൽ ഇലക്ട്രോൾ നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കൃത്രിമമായും നീതിരഹിതമായും നിർമ്മിച്ച ഒരു ഇലക്ട്രോളിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അത് അതീവ ഗുരുതരമായൊരു വിഷയമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുപ്രീം കോടതിയുടെ സൂപ്പർവിഷനിൽ ഒരു എൻക്വയറി നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വെളിവാക്കപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ നിരവധി വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ പത്രക്കാരെ അറിയിക്കുന്നതായിരിക്കും.